എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗച്ച് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. 2 സൈസ് പൗച്ചാണ് ഞാനിവിടെ തയ്ച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് ചില്ലർ പൈസയൊക്കെ ഇടാൻ പറ്റിയ റൗണ്ടിലുള്ള ഒരു പൗച്ച് കേട്ടോ. ഒന്ന് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പൗച്ചാണ്. വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ. നമുക്കിതിനധികം തുണിയൊന്നും വേണ്ട, ഏതൊരു തുണിയിൽ വേണമെങ്കിലും നമുക്കിതുപോലത്തെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പൗച്ച് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ പൗച്ച് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റൗണ്ടിലുള്ള പൗച്ച് നമുക്ക് തയ്ച്ചെടുക്കുന്ന വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തുണി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിഫിന് പകരമായിട്ട് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ എടുത്തിട്ട് ആ എടുത്തിരിക്കുന്ന തുണിയുടെ അളവിൽ തന്നെ എടുത്തിട്ട് 4 സൈഡും തയ്ച്ചിട്ട് ഇടയ്ക്കൂടെ തയ്യലിട്ടെടുത്താലും മതി കേട്ടോ. നമുക്ക് റൗണ്ട് പൗച്ചിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ട് തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് റൗണ്ടിലുള്ളത്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ മേൽവശത്ത് ഏകദേശം ഒരു 4 ഇഞ്ച് വീതിയോളം വരും കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. വലിയ പൗച്ച് വേണമെങ്കിൽ ഇച്ചിരി വലിയ ഒരടപ്പെടുത്താലും മതി, ഇച്ചിരി വീതി കൂടിയത്. ഇതിപ്പോൾ ചെറുതാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് 2 വട്ടം വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ആ 2 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടെ വേണം. അപ്പോൾ ഞാൻ ആ പൗച്ചിൻ്റെ തുണി തന്നെ എടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ആ റൗണ്ട് തുണി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൂടെ 2-3 സ്റ്റിച്ചിങ് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിഫ് ഉൾഭാഗത്ത് ഒട്ടിച്ചത് പൗച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേന് ആ സ്റ്റിഫ് പിന്നെ ഇളകി ഇങ്ങോട്ട് പോരും. പിന്നെ അത് പൗച്ചിൻ്റെ തുണിയും നല്ല സ്ട്രോങ് ആയിരിക്കത്തില്ല. അപ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ പൗച്ചിന് നല്ല ബലം കിട്ടും. ഇപ്പോൾ സ്റ്റിഫെല്ലാം ഒട്ടിക്കുന്നെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ വെച്ച് ഇടയ്ക്കൂടെ തയ്യലിട്ടിട്ട് അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബലവും കിട്ടും. സ്റ്റിഫിൻ്റെ മാതിരിയല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിഫ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വേറൊരു തുണിയും കൂടെ വെച്ചിട്ട് റൗണ്ടിലായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സിബും വേണം, കുറച്ച് നീളത്തിലൊരു തുണി വേണം കേട്ടോ. അപ്പോൾ തുണി എടുത്തിരിക്കുന്ന അളവ് ഞാൻ പറയാവേ. നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് നടുക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കുക കേട്ടോ. മടക്കിയതിന് ശേഷം നമുക്ക് ആ നടുക്ക് ഭാഗത്ത് 2 സൈഡിൽ ഇതുപോലെ ഒന്ന് ചോക്കും കൊണ്ട് അടയാളം ചെയ്യാം. ഇങ്ങനെ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് അടയാളം ചെയ്ത ഭാഗം എത്രയുണ്ടെന്ന് നമുക്കിതാ ഇതുപോലൊന്ന് അളന്ന് നോക്കണം. ഇതുപോലെ അളന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത്. പിന്നെ ഈ തുണിയുടെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് 1-2ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം. മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്കിത് ചോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യാം. ഇതുപോലെ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ റൗണ്ടിലുള്ള തുണി ഉണ്ടല്ലോ, ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ച് അതിൻ്റെ കുറച്ച് ഭാഗം നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഒരു സൈഡിൽ. ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ കട്ട് ചെയ്ത ആ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ അടുത്ത ആ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം അത്രയൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ സിബ് വേണ്ടത് നമുക്ക് 9 ഇഞ്ച് നീളത്തിലാണ് സിബ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു സിബ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത തുണിയെടുത്ത് അതേപോലെ തന്നെ സെയിമായിട്ട് അതിൻ്റെ അടുത്ത വശത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഭാഗം നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സിബ് എടുക്കുക. സിബ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും ആദ്യം ഒന്ന് തയ്ക്കണം. 2 അരികും ആദ്യം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. സിബ് എടുത്തേക്കുന്നത് 9 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ. സിബിൻ്റെ 2 അരികും ഒരുപോലെ ആ തുണിയായിട്ട് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം റൗണ്ടായിട്ട് ഒരു സൈഡിലെ പീസ് അങ്ങ് റൗണ്ടിൽ തയ്ച്ച് വെക്കുക. അതിന് ശേഷം അടുത്ത ഭാഗം അതേപോലെ തന്നെ റൗണ്ടായിട്ടങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പൗച്ച് നല്ല വശമാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചില്ലറ പൈസ ഇടുന്ന ഈ റൗണ്ടിലുള്ള പൗച്ചിൻ്റെ തയ്യലിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഇത് റൗണ്ടിലുള്ള പൗച്ചിൻ്റെ തൈലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചില്ലറ പൈസ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കൈ തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് പൗച്ച് തയ്ക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് നമുക്ക് രണ്ടാമത്തെ പൗച്ച് ഒന്ന് തയ്ച്ചാൽ നമ്മുടെ മേക്കപ്പ് സാധനമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ച് തയ്ച്ചാൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ക്വയറായിട്ടൊരു തുണി കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിഫല്ല ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് വെച്ച് അതിൻ്റെ 4 അരികും തയ്ച്ചിട്ടുണ്ട്. ഇടയ്ക്കൂടെ തൈലിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളം 15 ഇഞ്ചും വീതി 10 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്കൊരു സിബ് വേണം. ആ സിബിൻ്റെ റണ്ണറങ്ങ് മാറ്റിയതിന് സിബിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഈ തുണിയുടെ നല്ല വശത്ത് വെച്ച് ഇതുപോലെ വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ സിബ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആ തയ്യൽ തുമ്പ് ഇതുപോലെ ഉൾഭാഗത്തേക്ക് നല്ലവണ്ണം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം സിബിൻ്റെ നല്ല ഭാഗത്തൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ സിബിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ തുണിയുടെ അടുത്ത സൈഡിലൊന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ തയ്ക്കുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല, അതേപോലെ ഒന്ന് തയ്ച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മൾ 2 സൈഡിലുമായിട്ട് സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിബിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ റണ്ണർ ഒന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ റണ്ണർ ഒന്ന് ഇടുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്തവശമാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ചീത്തവശമാക്കുക. ആക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്ക് ഭാഗം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ നടുക്ക് ഭാഗം വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പോന്തി കൊടുക്കണേ. അത് കറക്റ്റ് നടുക്ക് ഭാഗം മനസ്സിലാക്കാനാണ്. അത് കഴിഞ്ഞതിന് ശേഷം സിബിൻ്റെ ഭാഗവും നമ്മൾ ആ നടുക്ക് ഭാഗം കട്ട് ചെയ്ത ആ ഭാഗത്തോട്ട് കറക്റ്റ് നടുക്ക് ഭാഗം വരുന്ന പോലെ ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി നടുക്ക് ഭാഗത്തോട്ട് ഇതുപോലെ കൊണ്ടുവരിക. സൈഡിൽ നിന്ന് മടക്കി കൊണ്ടുവന്നിട്ട് ആ സിബിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മടക്കി വെക്കുക. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് ഇതുപോലെ നടുക്കോട്ട് മടക്കി കൊണ്ടുവരിക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു സൈഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗവും കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ അതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടവും അതേപോലെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പൗച്ചിൻ്റെ തയ്യൽ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു പൗച്ചാണ് കേട്ടോ. ഒരു സിബും ഒരു കഷ്ണം തുണിയും ഉണ്ടെങ്കിൽ ഒരു പൗച്ച് റെഡിയാണ്. നമ്മുടെ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വെക്കാനും, നമ്മളിപ്പോൾ ട്രാവലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കുഞ്ഞൊരു പൗച്ചാണ് കേട്ടോ. മേക്കപ്പ് സാധനം മാത്രമല്ല, നമുക്ക് നമ്മുടെ കൊച്ചു സാധനങ്ങളെല്ലാം നമുക്ക് ഈ പൗച്ചിനകത്ത് ഇട്ട് നമുക്ക് സൂക്ഷിക്കാനും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അടിപൊളി പൗച്ചല്ലേ. ഞാൻ അതിനകത്ത് എൻ്റെ കൊച്ചു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് ആർക്കും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. പൗച്ചുകൾ പല രീതിക്കുണ്ട് കേട്ടോ. എന്നാൽ ഒരൊറ്റ തുണി കഷ്ണത്തിൽ ഒരു സിബുമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ. ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കുക. അപ്പോൾ ഈ 2 പൗച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളിത് തയ്ച്ച് നോക്കിയിട്ടുള്ള കൂട്ടുകാരാണോ? അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പൗച്ചും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മുടെ റൗണ്ടിലുള്ള ചില്ലറ പൈസ ഇടുന്ന പൗച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നില്ലേ? കുഞ്ഞൊരു പൗച്ചല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.